അബ്രഹാമിനെ ദൈവം വിളിക്കാൻ കാരണം ദൈവത്തിന് മനസ്സിലായി ഈ കുടുംബത്തിൽ നിന്ന് ഇവനെ വിളിച്ച് വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും എന്ന് പറഞ്ഞാൽ കാര്യസാധ്യം കഴിഞ്ഞവൻ തിരിച്ചു പോകുകയല്ല. അങ്ങനെ പോയ ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. കാര്യസാധ്യത്തിന് വന്ന് പോയ ആൾക്കാരുണ്ട്. ഇപ്പോഴും ചിലരങ്ങനെ പോകാനിരിക്കുക, നോട്ടം ഇരിപ്പം കാണുമ്പോ അറിയാം. പിന്നെ ആരേലും എന്തേലും പറഞ്ഞാൽ മതി, അന്നേരം മാറും, ഡ്രസ്സും മാറും, പ്രകൃതിയും മാറും. സൺഡേ വെള്ള സാരി എടുത്തോണ്ട് വരുന്ന തങ്കമ്മ മൺഡേ സെറ്റ് സാരി എടുത്തോണ്ട് റോഡിൽ കൂടെ കൊടിയും പിടിച്ചു പോകുന്നത് ഞാൻ കണ്ടതാ. മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? സൺഡേ ഇവിടെ വന്നപ്പം വെള്ളസാരി കൊടുത്ത തങ്ക മൺഡേ ആയപ്പം സെറ്റ് സാരി കൊടുത്ത് റോഡിൽ കൂടെ കൊടി, ഏത് കൊടിയാന്നും കളറൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കരുത്. നിനക്കൊരവസരം കിട്ടാൻ നോക്കിയിരിക്കുക. പക്ഷെ ദൈവത്തിന് മനസ്സിലായി അബ്രഹാമിനെ വിളിച്ച ഇവൻ പുറകോട്ട് പോകത്തില്ല, അവൻ വിശ്വസ്തയോടെ എന്നെ ഭജിക്കും. ദൈവത്തിന് ആവശ്യം മിടുക്കന്മാരൊന്നുമല്ല, വിശ്വസ്തന്മാരെയാ. ദൈവത്തിന് ആവശ്യം പ്രഗത്ഭന്മാരെയല്ല, ദൈവത്തോടും പ്രമാണത്തോടും വിശ്വസ്തത പുലർത്തുന്നവരെയാ. ദൈവത്തിന് മനസ്സിലായി ഇവനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ എന്നെ ഭജിക്കും. അബ്രഹാമിന്റെ പശ്ചാത്തലം നിങ്ങൾ പഠിക്കണം. ഓടിച്ചു പറയുക, വാക്യങ്ങളെല്ലാം എടുത്തു തെളിയിക്കാൻ മുതിരുന്നില്ല. ഒന്ന്, അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള ബൃഹത്തായ മകത്തായ ഒരു വലിയ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. ഇവിടെയും ചിലരൊക്കെ പറയാറുണ്ട്, കടമ്പനാട്ട് ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കടമ്പനാട്ടെ മിണ്ടുന്നില്ല, വലിയ കുടുംബമാണ്. ഞങ്ങളല്ലേ ഇവിടുത്തെ മെയിന്. പഠിപ്പുര വരെ ഉണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഇപ്പൊ ഇച്ചിരി കാശ് കിട്ടിയവൻ പഠിപ്പുര പൊളിച്ച് പ്രധാന കുടുംബങ്ങളെ. അത് നല്ല കാര്യമാണ്. നല്ലൊരു കുടുംബത്തിൽ പറക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതിലൊക്കെ വലിയ കുടുംബമായിരുന്നു അബ്രഹാമിന്റെ കുടുംബം. ചില ആൾക്കാർ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ പറയാം, പാസ്റ്ററെ ഈ ഏരിയയിൽ ഞങ്ങളുടെ കുടുംബക്കാരാ കൂടുതലും, കുറഞ്ഞത് ഒരു 100 കുടുംബമെങ്കിലും ഞങ്ങളുടെതുണ്ട്. ചില പള്ളിയിൽ ചെല്ലുമ്പോഴും പറയും, ഇവിടെ കൂടുതലും ഞങ്ങളുടെ ഫാമിലിയാ, ഞങ്ങളുടെ ആൾക്കാരാ, എല്ലാം ഞങ്ങളുടെ ആൾക്കാർ. അതിലൊക്കെ വലിയ കുടുംബമാ അബ്രഹാമിന്റെ കുടുംബം. 1800 ശിഷ്ടം അംഗങ്ങളുള്ള മൃഗത്തായ മകത്തായ വലിയ കുടുംബമാ. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം വിളി കേട്ടിറങ്ങി, നിന്റെ കുടുംബസേട്ടത നിന്നെ നിത്യതയെ കൊണ്ടുചെല്ലുകയല്ല. ഞങ്ങൾ പകലോമറ്റത്തെയാ, ശങ്കരിപുരിയിലെയാ, കാളികാവിലെയാ, ആമൻ കടമ്പനാട്ടയാ, വേമ്പനാട്ടരികത്തെയാ, താവളത്തിലെയാ ഇവിടുത്തെ 2 കുടുംബം. വള്ളിവിളയിലെയാ, കിണറുവിളയിലെയാ, ഇവിടുത്തെ ഈ ഏരിയയാ. ഒന്നും പിടികിട്ടുന്നില്ല. അവർക്ക് പിടികിട്ടുന്നുണ്ട്. സ്തോത്രം. ഞങ്ങൾ കോളൂക്കുഴിയിലെയാ, ഇരിക്കട്ടെന്ന്. അതൊക്കെ നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. പക്ഷേ മനസ്സിലാകുന്നില്ലേ? ഞങ്ങൾ കല്ലുകുഴിയിലെയാ. ഇപ്പൊ അവര് ഞങ്ങൾ എന്തിനാ ഇതെല്ലാം അറിയുന്നത്, ഞങ്ങൾ ക്യൂചേട്ടൻ പറഞ്ഞാൽ പോലെയെന്ന്. പണിക്കര് സൈഡിലോട്ട് പോയ മുഴുവൻ വൈദ്യന്മാര് ഏതാ, തേവലക്കാരെ മുഴുവൻ വൈദ്യന്മാരാ. ഞങ്ങൾ വൈദ്യൻ ഫാമിലിയാ, പണിക്കര് ഫാമിലിയാ, മുതലാളി ഫാമിലിയാ. ഞങ്ങളുടെ കുടുംബം ഏതാണെന്ന് അറിയാം. അതൊക്കെ അഭിനന്ദിക്കുന്ന നല്ല കാര്യം. പക്ഷേ നിന്റെ കുടുംബ മഹിമയും നിന്റെ കുടുംബം ഒന്നും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് നീ രക്ഷിക്കപ്പെടണം, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലകിന്ന എഴുന്നള്ളിയിടട്ടെ. അമ്മേ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലെ എഴുന്നള്ളിയിടട്ടെ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ കുശിൽ കണ്ടിടുക, അവമില്ലാത്തവൻ നിന്റെ കുശിൽ മരിച്ചുവല്ലോ.
ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേരായി വരാം. ക്രൂശിൽ മരിച്ചുവല്ലോ, വീണ്ടെടുക്കുവാൻ നിൻവിലയേകുവാൻ അവൻ വീണ്ടെടുക്കുവാൻ നിൻവിലയേകുവാൻ ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ, അവൻ ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. അവൻ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളി കടന്നു വന്നിടുവീ. ഓ മഹത്വരാജനായി നിന്നിലകിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി. അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ച് കുടുംബത്തിൽ നിന്ന്. അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ കുടുംബമാണ്. പക്ഷേ ദൈവം വിളിച്ചപ്പോൾ കുടുംബത്തിന്റെ മഹിമയൊന്നും നോക്കിയില്ല. സ്തോത്രം. അങ്ങനെയുള്ളവരെ ആ ദൈവം ആദരിക്കുന്നത്. ഒന്ന്. രണ്ട്, അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ അബ്രഹാം കൽദായ ജാതിയാ. കൽദയ ജാതി. ജാതിയിൽ വളരെ ഊട്ടന്മാരാ കൽദയര്, കടുപ്പമുള്ളവരാ. തന്നെയല്ല, കൽദയരെ പറ്റി വായിക്കുന്ന ഇവരുടെ വിദ്യ, ജ്ഞാനം ഇതൊക്കെ വലുതാ, ഭയങ്കര. അതുകൊണ്ടാണല്ലോ ദാനിയേലിനെയൊക്കെ ബാബേൽ പ്രവാസത്തിൽ കൊണ്ടുചെന്നപ്പം കൽദയരുടെ വിദ്യയും ഭാഷ പഠിപ്പിച്ചത്. അത് പ്രത്യേകമാണ്. അപ്പൊ അങ്ങനെയുള്ള കൽദയ ജാതിയാ അബ്രഹാം. പക്ഷെ ദൈവം വിളിച്ചപ്പോൾ ജാതിയുടെ ശ്രേഷ്ഠതയൊന്നും നോക്കിയില്ല. ചിലര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനൊന്നും ഇറങ്ങി വരാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾ ആരാന്നറിയാമോ? സ്തോത്രം. അങ്ങനൊന്നും പെട്ടെന്ന് ഇറങ്ങി വന്ന് അവരുടെ ഒന്നും കൂടെ ഇരിക്കാനും സഹകരിക്കാനും ഒന്നും പറ്റത്തില്ല. എടാ, നിന്നെ വിളിച്ചത് തേജോമയനായ ദൈവമാണ്. തേജോമയനായ ദൈവത്തെ കാണുന്നവന് പിന്നെ ഒന്നും വിഷയമല്ലെന്നുള്ളതാ. അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ ജാതിയുടെ മഹത്വവും ജാതിയുടെ ശ്രേഷ്ഠതയൊന്നും അബ്രഹാം വകവെച്ചില്ല. അന്നേരം അവിടെ നിന്ന് ഇറങ്ങി. മൂന്ന്, അബ്രഹാം പട്ടണത്തിൽ ജീവിച്ചയാളാ. കൽദയരുടെ പട്ടണമായ ഊര് പട്ടണത്തിലാ. നാഗരികത. പക്ഷെ ദൈവം വിളിച്ചപ്പോൾ പട്ടണത്തിലെ ഇതൊന്നും ഓർത്തില്ല. അബ്രഹാം ഇങ്ങ് ഇറങ്ങി. ചെളിപ്പടത്തില് ഞങ്ങള് മെട്രോപൊളിറ്റൻ സിറ്റിയിലാ. പിന്നെ അത് കഴിഞ്ഞ് വേറെ എന്നാ നിങ്ങൾ മൊബൈലിൽ കളിക്കുകയാണോ? എന്തോ നോക്കും. എന്നാ ഞാനിവിടെ അബ്രഹാമിന്റെ കാര്യം പറയില്ല. ഇനി ഇച്ചിരി നേരം ഇങ്ങനെ പറയാം. അല്ലാതെ അതോ അങ്ങോട്ട് ഞാൻ തിരിഞ്ഞോട്ടെ? അങ്ങോട്ട് തിരിയുമ്പോൾ നിങ്ങൾ സൈഡ് ബിസിനസ് എടുക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാമും ജാതിയുടെ ശ്രേഷ്ഠതയൊന്നും വലുതായിട്ട് കണ്ടില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ ജാതി മഹത്വം ഒന്നും അബ്രഹാം വലുതായി കണ്ടില്ല. അല്ല, ആരംഭകാലത്ത് ഇറങ്ങിയ ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ അങ്ങനായിരുന്നു. അതുകൊണ്ടാണ് അവർ ധീരതയോടെ നിന്നേ. മാത്രമാണോ അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ അവന് സ്തോത്രം, ഇവര് ഈ ലോക സംസ്കാരത്തിൽ നമ്പർ 1 സംസ്കാരമാ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അബ്രഹാമിന് മെസപ്പൊട്ടോമിയ എന്നാ ദൈവം വിളിച്ചത്. സംസ്കാര സമ്പന്നമായ ഇടത്തു നിന്ന് ദൈവം വിളിച്ചപ്പോൾ അത് വലുതായി കാണാതെ ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം തള്ളിക്കളയത്തില്ല. ഏകനായിട്ട് അബ്രഹാം ഇറങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യതവേ, നിന്റെ കുടുംബശ്രേഷ്ഠത വലുതായി കാണരുത്, കായബലം വലുതായി കാണരുത്, ധനമാഹാന്യം വലുതായി കാണരുത്, നിന്റെ ജാതികര ശ്രേഷ്ഠത വലുതായി കാണരുത്. ആമൻ സ്തോത്രം. ആമൻ മറ്റ് വിദ്യാനിപുണതയൊന്നും വലുതായി കാണരുത്. നീ വലിയവനായ ദൈവത്തെ കാണണം. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ പിന്നെ മറ്റൊന്നും വലുതായി കണ്ടില്ല. അതുകൊണ്ട് അബ്രഹാം ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് അബ്രഹാമിനെ ദൈവം കൈവിട്ടില്ല. എല്ലാ ഭാഗവും ഞാൻ എടുക്കുന്നില്ല. ഇങ്ങനെ അബ്രഹാം യാത്ര ചെയ്തു. ഇടയ്ക്കൊരു ചെറിയ പാളിച്ചയൊക്കെ വന്നു. മിസ്രയീമിൽ പോയി. എങ്കിലും അവിടുന്ന് തിരിച്ചു വന്ന് യാത്ര ചെയ്ത് മുമ്പോട്ട് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ സമ്പന്നനായി.
ഒടുവിൽ അബ്രഹാമിന്റെ ഇടയന്മാരും ഈ ലോത്തിന്റെ ഇടയന്മാര് ശണ്ട തുടങ്ങി. ശണ്ടമെടുത്തപ്പോൾ ആത്മീകന്റെ തനിനിറം അവിടെ വെളിപ്പെടുന്നത്. ശണ്ടമെടുത്തപ്പോൾ ആത്മീകൻ പറഞ്ഞു, ഞാൻ വഴക്കിനില്ല, നിനക്ക് ഇഷ്ടമുള്ളതല്ല. അതാ ആത്മീകൻ. അനാത്മീകൻ പറയും, ചുണയുണ്ട് എടുക്കട, രണ്ടിലൊന്ന് അറിയാം, കുറച്ചു നേരത്തേക്ക് ഞാൻ പുസ്തകമല്ല അങ്ങ് മാറ്റിവെക്കും, നിനക്ക് അറിയത്തില്ല. സ്തോത്രം. തുയ്യോരെ ചാക്കോ ആരാന്ന് നിനക്കറിയത്തില്ല. കല്ലുകൂടി ബേബീനെ ഒന്ന് നീ അന്വേഷിക്കണം. ഇവിടെ ഇരുന്ന പാസ്റ്റർമാരോട് ചോദിക്കണം. എനിക്കെതിരെ പണ്ടൊരു പാസ്റ്റർ ഇരുന്ന് പുള്ളി നിലം തൊടാറാ ഇവിടുന്ന് എന്നോട് കളിച്ചാൽ ഇതൊന്നും ആത്മീയര് പറയത്തില്ല. ഒരമ്മയ്ക്ക് കയറിക്കൊണ്ട് അമ്മ മനസ്സിലായി, അമ്മ ആരെയോ ഉന്നം വെച്ച അല്ലേലിയാ പറഞ്ഞെന്ന് എനിക്കറിയാം. ഏതോ സാധനം ഇതിനകത്ത് ഇരിപ്പുണ്ട്. അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ, അമ്മേ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഓരോ താങ്ങിക്കും. ദൈവത്തിന് മകത്വം. ആത്മീകൻ വഴക്കുണ്ടാക്കാൻ വരികയല്ല, ആത്മീകൻ അടിപിടിക്കും നിൽക്കത്തില്ല, ആത്മീകൻ ഉടക്കുണ്ടാക്കാനും വരികയല്ല. അബ്രഹാം ആത്മീകനാ. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞത്, ഞാനില്ല, നിനക്ക് ഇഷ്ടമുള്ളതെടുത്തു. നീ തെക്കോട്ടാണ്, ഞാൻ വടക്കോട്ടാ, ഞാൻ പ്രശ്നത്തിനില്ല. അതിന് കാരണം എന്നാ? കാരണം പറയാം. അബ്രഹാം ചെന്നിടത്തല്ല യാഗപീഠം പണിതു. അബ്രഹാം ചെന്നിടത്തല്ല യാഗം നടത്തും. അപ്പൊ ആരോടെങ്കിലും വല്ലേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പ്രമാണമെങ്കിലും മനസാക്ഷിക്ക് ഒരു പ്രമാണമുണ്ടല്ലോ. പ്രയാസമുണ്ടെങ്കിൽ അത് പരിഹരിച്ചേച്ച് വേണം യാഗം നടത്താൻ. അപ്പൊ അതിലും നല്ലത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ. കൂടെ കൂടെ ക്ഷമ ചോദിക്കുന്നത് നല്ലത് ക്ഷമ ചോദിക്കാനുള്ള സാഹചര്യവും വിഷയങ്ങളിൽ ഒഴിഞ്ഞിരിക്കുന്നതല്ലേ. ചിലര് എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും അങ്ങ് ക്ഷമ ചോദിയില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഹല്ലേലൂയ. എന്റെ വാക്കിലോ നോട്ടത്തിലോ മുഴുവൻ അതേ ഉള്ളൂ. നിന്റെ നോട്ടവും ശരിയല്ല, നിന്റെ വാക്കും ശരിയല്ല, നിന്റെ പ്രവൃത്തിയും ശരിയല്ല. പിന്നെ എല്ലാ മാസവും എഴുന്നേറ്റ് പറയാം, നോട്ടത്തിലും എന്റെ സംസാരത്തിലും നിരൂപണത്തിലും ഹല്ലേലൂയ. ആരോടെങ്കിലും എന്തേലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ഒരു കള്ളക്കരച്ചിലും അടുത്ത മാസവും ഇത് തന്നെ. ഈ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഒരു കാര്യം ശ്ലാഘനീയമായി പറയാം. അതങ്ങനെയാണെങ്കിലും അഭിനന്ദിക്കുന്നു. എന്നോട് പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞതാ, GPM-ലെ ഒരു വിഷയമുണ്ടായി പ്രശ്നം വന്നാൽ തിരുമേശയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഉപവാസത്തിന് മുമ്പ് അത് പറഞ്ഞ് പരിഹരിക്കും. പരിഹരിച്ചു കഴിഞ്ഞാൽ ആ വിഷയം പിന്നെ ആയുസ്സിൽ പൊക്കത്തില്ല. അതാ നിരപ്പ്. ആ വിഷയം പിന്നെ ആയുസ്സിൽ എടുക്കത്തില്ല. നമ്മൾ എടുക്കത്തില്ല, 3 ദിവസം എടുക്കുകയല്ല, ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട്. 4-ാം ദിവസം പിന്നെ എന്നാ എല്ലാരും മല ഇടിഞ്ഞത് പോലെ ഇരിക്കുന്നത്. പരിഹരിച്ചത് പരിഹരിച്ചു. അവർക്ക് ആത്മീയനായതുകൊണ്ട് പറഞ്ഞു, അടക്കൊണ്ടാക്കത്തില്ല, നിനക്ക് ഇഷ്ടമുള്ളതെടുത്തോളാൻ പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുത്തു. അതിന്റെ കാരണം എന്നാ? കാരണം ഞാനിങ്ങനെ പറയുന്നത്, ഈ ലോത്ത്, അപ്പോൾ ലോത്ത് നോക്കി, അങ്ങനൊരു വാക്യമുണ്ട്. അപ്പോൾ ലോത്ത് 13:10 അപ്പോൾ ലോത്ത് നോക്കി. അതാ വല്യമ്മയുടെ കണ്ണ. ഏതാ വല്യമ്മയുടെ? വായിച്ച 3:6. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും. ആ വൃക്ഷഫലം തിന്മാൻ നല്ല. അപ്പോൾ ലോത്ത് നോക്കി വല്യമ്മയുടെ. നമ്മൾ പറയല്ലോ, അയ്യോ ആ വല്യമ്മയുടെ കണ്ണ് തന്നെ അവർക്ക്. അപ്പോൾ ലോത്ത് നോക്കി. ഉൽപ്പത്തി 3:6 കണ്ണ്. യോർദാനിരിക്കുള്ള സ്ഥലമല്ല, നീരോട്ടമുള്ളതെന്ന് കണ്ടു. പിന്നെയും കണ്ടു. പിന്നെ യഹോവ സൊദോമിനെയും ഗൊമോറയെയും
നശിപ്പിച്ചതിന് മുൻപേ ആ അത് യഹോവയുടെ തോട്ടം പോലെ യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ ആ മിസ്രയീം ദേശം പോലെയുമായിരുന്നു എന്ന് പറഞ്ഞ നല്ല സുന്ദര സുരഭിലമായ സ്ഥലമാ ഈ സ്ഥലം. ലോത്ത് നോക്കി അത് തെരഞ്ഞെടുത്തു. ആൽമികന്റെ ലക്ഷണം പറയാം. ആൽമികൻ ഈ സ്ഥലമല്ല കണ്ടത്. ലോത്ത് യോർദാനരികെയുള്ള സ്ഥലമെല്ലാം കണ്ടപ്പോൾ അബ്രഹാം കണ്ടതെന്നാന്നും എബ്രായ ലേഖനത്തിലുണ്ട്. വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാകുന്ന ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം കണ്ടുകൊണ്ടിരിക്കുക. ലോത്ത് യോർദാന് സമീപമുള്ള നീരോട്ടമുള്ള സ്ഥലമെല്ലാം കണ്ടപ്പോൾ അബ്രഹാം അവൻ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം കണ്ടുകൊണ്ടിരിക്കുക. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത് മുത്തുമയമായി വിളങ്ങും പടിക തുല്യ തങ്ക നിർമ്മിത പട്ടണമതിന്റെ ഭംഗി വർണ്യമല്ലോ ഭംഗി വർണ്യമല്ലോ ഇത് സ്വച്ഛ പടിക തുല്യ തങ്ക നിർമ്മിത പട്ടണമതിന്റെ ഭംഗി വർണ്യമല്ലോ ഭംഗി വർണ്യമല്ലോ. ലോത്ത് യോർദാനരികെയുള്ള സ്ഥലമെല്ലാം നീരോട്ട് അത് കണ്ടു. അബ്രഹാം പറഞ്ഞത് ഇഷ്ടമുള്ള എടുത്തു. അങ്ങനെ ലോത്ത് തെരഞ്ഞെടുത്ത് കൂടാരം അടിച്ചടിച്ച് കിഴക്കോട്ട് കയറി സോവാറിലുമൊക്കെ കയറി ഒടുവിൽ സോതോമിൽ കൊണ്ട് കൂടാരം അടിച്ചു. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? 14 വാക്യം വായിച്ചേ. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം താഴോട്ട് വായിക്കുമ്പോൾ ലോത്ത് കൂടാരമടിച്ചത് സോതോമിൽ കൊണ്ട് കൂടാരമടിച്ചു. 14 അധ്യായത്തിൽ ഇങ്ങനെ ഒരു ഭാഗത്തുണ്ട്, സോതോമിൽ പാർത്തിരുന്ന ലോത്ത്. അബ്രാമിന്റെ സഹോദരന്റെ മകനായി സോതോമിൽ പാർത്തിരുന്ന ലോത്തിനെയും മതി. അപ്പം ചെന്ന് കൂടാരമടിച്ച് സോതോമിൽ കയറ്റി. അബ്രഹാം ഓടിച്ചു വിട്ടതല്ല, തന്നെ ചെന്ന് കയറിയതാണ്. പുസ്തകത്തിൽ വേറൊരു വാക്കുണ്ട്, ആരും ഓടിക്കാതെ. അബ്രഹാം ഓടിക്കാന്ന് ഇവനുടനെ അബ്രഹാമിനെതിരെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇവിടെ താൻ എന്നെ ഓടിക്കാൻ നോക്കുക, തന്നെ ഞാൻ നാറ്റിക്കും. താൻ പണ്ട് സാറാമ്മയായിട്ട് പൂന്തോട്ടത്തിലിരുന്ന് വിനോദിക്കുന്നതിന്റെ പിക്ചറല്ല എന്റെ കയ്യിൽ. ഇയാള് കള്ളം പറഞ്ഞ കേസും എന്റെ. അയ്യോ, മറ്റേ കാര്യം ഞാൻ വെളിപ്പെടുത്തിയാ കെതുറയുടെ. ഇയാള് പമ്മി ഹാഗാറിന്റെ കൂടാരത്തിൽ പോയതിന്റെ തെളിവും ഭീഷണി. അബ്രഹാം ഒന്നും മിണ്ടിയില്ല. ഇവൻ തന്നെത്താൻ ചെന്ന് കയറുക. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നീ ആർക്കെതിരെ ഒന്നും മിണ്ടുകയും വേണ്ട, പ്രവർത്തിക്കുകയും വേണ്ട, ചെയ്യുകയും വേണ്ട, പറയുകയും വേണ്ട, മുട്ടയിലിരുന്നാ മതി. ദൈവം ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തോളൂ. മറുപടി പറയുന്നത് നമ്മുടെ മാർഗമല്ല, എതിർക്കുന്നതും നമ്മുടെ മാർഗമല്ല, തിരിച്ചു പ്രതികരിക്കുന്നതും നമ്മുടെ മാർഗമല്ല. നമ്മുടെ ഞാൻ പറഞ്ഞ ദൈവമക്കളുടെ കാര്യമാണ്. നമ്മുടെ മാർഗം എന്നാന്നറിയാം? മുട്ടയിലിരിക്കണം. നീ മുട്ടയിലിരിക്കുമ്പോൾ ദൈവം അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യും. മർക്കോസ് 7:37 വായിക്കുന്നത്, അവൻ സകലതും നന്നായി ചെയ്തെന്ന. തന്നെ എന്നങ്ങ് കയറി ലോത്ത് സോതോമിൽ കൊണ്ട് കൂടാരമടിച്ചു. മഹാഭാവികളാവിടെ. അതിഥി ജനകേളനം ചെയ്യുവാനും പട്ടചതികരമരാഗ്രനും സാധുവാം ശിക്ഷയിൽ അങ്ങനെയുള്ള ആൾക്കാരാ. ഒരു തെരുവിനിടവഴിയിലൂടെ കടന്ന ബോധൊന്നിച്ച് കണ്ടാൻ ഒരു തരം വങ്കരെ സോതോമിൽ തലമുട്ടി മിനുക്കിയും ശ്മശ്രു നുറുക്കിയും ലളിതചര ശൃംഖലം മധ്യേ മുറുക്കിയും വിലപരകമാടയാലാഭാതമസ്തകം നിലമുട്ട് മറച്ചു നൽപാസം വലിക്കുകയും
കരപറ്റത്തിലെ കിട്ടമത് മുഖരപുടറ്റിയും കണ്ടമാനം പേച്ച് ദന്തം കടറ്റിയും. മഹാഭാവികളായ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന പട്ടണമാ സോദോം. ലോത്ത് കൊണ്ട് കൂടാരം അങ്ങോട്ടടിച്ചു. ഓടിച്ചു പറയാം, എല്ലാ ദിവസവും എടുക്കാൻ നേരമില്ല. ലോത്ത് സോദോമിൽ കൊണ്ട് കൂടാരമടിച്ചപ്പോൾ അബ്രഹാം കൂടാരമടിച്ചത് എവിടാന്നറിയാമോ? ആ 13 ഒടുവിൽ വായിച്ചേണ്ട. ഇവിടെ ഒന്ന് വായിച്ചേ കടത്തുക. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ലോത്ത് പച്ചപ്പ് നോക്കി സോദോമിൽ കൊണ്ട് കൂടാരമടിച്ചപ്പോൾ അബ്രഹാം വന്നത് എവിടാന്നറിയോ? ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നേച്ച് വട്ടുകളിക്കുകയല്ല, യാഗപീഠം പണിതെന്ന്. അതാ ഞാനത് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ലോത്ത് സോദോമിൽ കൊണ്ട് കൂടാരമടിച്ചു. സോദോമ്യ പാപത്തിന്റെ മൂലകാരണത്തെ പറ്റി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തീമ്പൊളപ്പ് 3 പദമാ. ഗർവവും നിർഭയ സൗകര്യവും തീമ്പൊളപ്പും. അങ്ങനല്ലയോ ദൈവദാസനെ? 16 എടുത്ത് 16:49 തോന്നുന്നു. തിരുനാളായ ഭാഗം വായിച്ചു. 49 തോന്നുന്നു. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ? നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ? ഗർഭവും തീൻമുളപ്പും നിർഭയ സൗകര്യവും. യെഹെസ്കേൽ 16:49. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യം മൂലകാരണം ഗർഭവും തീമ്പൊളപ്പും നിർഭയ സൗകര്യം. 3 പദമാ. ഗർഭം, തീമ്പൊളപ്പ്, നിർഭയ സൗകര്യം. അതിലെ എല്ലായ്പ്പോ എടുക്കുന്നില്ല. നടക്കത്തെ പദമാ തീമ്പൊളപ്പ്. എങ്ങനെ? പഴയൊരു മലയാള പ്രയോഗമാ തീമ്പൊളപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ കണ്ടമാനം തീറ്റ ചെന്ന് കഴിയുമ്പോൾ ഉള്ള കുത്തല്. അതാ തീമ്പൊളപ്പ്. ഇത് കണ്ടമാനം ചെന്ന് കഴിയുമ്പോൾ കുത്തലുണ്ടാകും. അതിലെ ചില പിള്ളേര് മേട് കാണിക്കുമ്പം അയ്യോ എല്ലിനിടെ കയറിയതാ പാസ്റ്ററെ, അല്ലെ ഈ കളി കടന്ന്. പഴയ അമ്മമാരൊക്കെ പറഞ്ഞൊരു ഭാഷയുണ്ട്, അവന് തീങ്കുത്തലാന്ന്. തീങ്കുത്തല്. ഇത് കണ്ടമാനം ചെന്ന് കഴിയുമ്പോ കുത്തും. പണ്ട് കാലത്ത് ഇത്രയും കുത്തലില്ല. കാരണം അന്ന് ഇച്ചിരി കപ്പപ്പുഴുക്കും ഇച്ചിരി കഞ്ഞിയാ. ഇത് കുടിച്ചോണ്ട് എന്നാ കുത്താന്? അതും വയറ് നിറച്ച് കിട്ടാന്. വെള്ളുകപ്പയോ വാട്ടുകപ്പയോ വല്ലോ അതും വയറ് നിറച്ചൊന്നും കിട്ടത്തില്ല. അത് 8ഉം 10ഉം പിള്ളേരും ഉണ്ട് മിക്ക വീട്ടില്. വിളമ്പി തള്ളമാരുടെ ഊപ്പാട് വരിക, പ്ലേറ്റിൽ എത്തുന്നില്ല. അതുകൊണ്ട് തവിക്കണക്ക് നല്ല നീളമാണ്. 10 പിള്ളേരും, അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും കെട്ടിച്ചു വിട്ട പെങ്ങളും 5 പിള്ളേരും. ഇതിനെല്ലാം കൂടെ വിളമ്പുമ്പോ ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുണ്ട്, പാനകത്തെ വെച്ചാ വിളമ്പന്നെ വിളമ്പിയിട്ട് എത്തുന്നില്ല. അള്ള താവിയോടത്തോളം ഒറ്റ അടികടിച്ച് കാലിന് മടക്കി അടിച്ചിട്ട് പറഞ്ഞ് എല്ലാത്തിനെയും പറഞ്ഞു വിടാൻ പറഞ്ഞു. കെട്ടിച്ചു വിട്ടാൽ 3 പെങ്ങന്മാരും പിള്ളേരും വന്ന് കിടക്കുക. കെട്ടിച്ച് വിടുക എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ കെട്ടിച്ചെടുക്കുക ഇല്ലേ? കെട്ടിച്ചെടുക്കുക. എന്റെ വല്യമ്മച്ചി പറഞ്ഞതാ, പുള്ളിക്കാരുടെ വല്യമ്മച്ചി വിളമ്പി 43 പാത്രത്തിൽ വിളമ്പിയിട്ട് എത്തുന്നില്ല. പിന്നെ ഇരിക്കുക ആ പാത്രം. കാരണം ഈ വലിയ പെങ്ങന്മാരെ ആരെയും വിടുകയില്ല. അതുങ്ങളെല്ലാം ഇവിടെ കൊണ്ടിട്ടിരിക്കുക. തള്ളയാണ് നീളക്കുറവാ, വിളമ്പിയിട്ട് എത്തുന്നില്ല. എത്തി താവിയെടുത്തോളം ഒറ്റ അടികടിച്ച് കലം ചവിട്ട്. കലത്തിനകത്ത് ഇല്ലായിരുന്നു ചവിട്ട് എല്ലാത്തിനും. അന്ന് രാത്രി വല്യപ്പം 3 വീട് വെച്ച് കൊടുത്തു. അത് പഴയ പുരാണം. അപ്പൊ അന്ന് കാലത്തൊക്കെ വയറ് നിറച്ച് കഴിക്കാനില്ല. അതുകൊണ്ട് വലിയ കുത്തലൊന്നും വല്ല കല്യാണത്തിന് ചെല്ലണം ഇച്ചിരി വയറ് നിറച്ച് വല്ലവും കിട്ടാൻ. അല്ലെങ്കിൽ പഴയ പെന്തിക്കോസുകാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് മാസയോഗത്തിന്. അതുകൊണ്ട് അങ്ങ് നടന്നു പോകുക. നമ്മളോർക്കുന്നത് തീഷ്ണത കൊണ്ട് നടന്നതാണ്. അങ്ങനെ നടക്കുന്നവരും ഉണ്ട്.
എന്നോട് ഒരാൾ പറഞ്ഞ എന്റെ മാസ്റ്ററെ ഒറ്റ മാസയോഗം പണ്ട് വിടുകയല്ല. ഞാൻ ചോദിച്ചു, ആഹാ അങ്ങനെ, അത് മാസയോഗത്തോട് താല്പര്യം ഉണ്ടായിട്ടാണ് വല്ലോ, എല്ലാരും അല്ല കേട്ടോ. അപ്പൊ അന്ന് ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണവും ക്രമീകരണവും ആയതുകൊണ്ട് വലിയ കുത്തലില്ല. ഇത് കണ്ടമാനം തീറ്റ ചെല്ലുമ്പോ കുത്തലുണ്ടാകും. അതാ തീമ്പുളപ്പ്. ഞാനെല്ലാം വിവരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഈ പട്ടണത്തിൽ ലോത്ത് കൊണ്ട് കൂടാരമടിച്ചു. തീമ്പുളപ്പ്, ഗർവം, നിർഭയ സ്വൈര്യം. എന്ത് ചെയ്തിട്ടും ശിക്ഷ വരുന്നില്ലല്ലോ, എന്ത് പറഞ്ഞിട്ടും ശിക്ഷ വരുന്നില്ലല്ലോ. അതുകൊണ്ട് ആ നിർഭയ സ്വൈര്യം. പക്ഷെ പുസ്തകം വായിക്കുന്നത് ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവധി തക്ഷണം നടക്കാത്തത് കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ഇഷ്ടപ്പെടുകയാ. ഇതെല്ലാം ചരിതിച്ചു വെക്കുക, ഒരിക്കലൊരു പിടുത്തം വീഴും. ഗർവം, ഗർവം. ഇങ്ങനെയുള്ള ഗർവികളും അഹങ്കാരികളും തണ്ട് തപ്പികളും ഹുങ്കുള്ളവരും തണ്ടുള്ളവരും അഹങ്കാരികളുമൊക്കെ പാർക്കുന്ന പട്ടണത്തിൽ ലോത്ത് എന്ന് കൂടാരമടിച്ചു. പക്ഷേ അബ്രഹാമിനെ പറ്റി പറയുക, അബ്രഹാം നേരെ ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ. എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ, കൂട്ടായ്മ. മമ്രെ എന്ന വാക്കിന്റെ ഒരർത്ഥം ബലം, ബലം. യാഗപീഠം പണിതെന്ന ഞാനിങ്ങനെ പറഞ്ഞത്. യാഗപീഠം ആരാധന, ആരാധന. വേണമെങ്കിൽ നന്നായിട്ടൊന്ന് പൂരിപ്പിച്ചു തരാം. ലോത്ത് അഹങ്കാരികളും തണ്ടുതപ്പികളും ഹുങ്കുള്ളവരും ദുർമാർഗ ജീവിതം നയിക്കുന്നവരുടെ ഇടയ്ക്ക് ചെന്ന് കുഴഞ്ഞു കുഴഞ്ഞു വലഞ്ഞെന്നൊക്കെ ആ പുസ്തകത്തിൽ വാക്യം. വലഞ്ഞു. ലോത്ത് വലഞ്ഞപ്പോൾ അബ്രഹാമിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നത്, അബ്രഹാം കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടു. ആരാധിച്ച് ബലപ്പെട്ടു. യാഗപീഠം ആരാധന, ഹെബ്രോൻ കൂട്ടായ്മ, മമ്രെ ബലം. അപ്പൊ ഒറ്റ വാക്കി പറഞ്ഞാൽ അബ്രഹാം കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടു. ലോത്ത് സോദോമിൽ ചെന്നു, വലഞ്ഞു. വലയാൻ കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പറയും, രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കുന്നത്. 18-1 19 വായിച്ചേ. 18-1 19 വലയാനും ബലപ്പെടാനും കാര്യം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുക. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുക. ആര്? അബ്രഹാം. അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കുക. ലോത്ത് എവിടാ? 19-1. ആ രണ്ടു ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് സോതോം പട്ടണവാതിക്കൽ ഇരിക്കുക. പട്ടണവാതിക്കൽ ഇരിക്കുക. അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കുന്നു, ലോത്ത് പട്ടണവാതിക്കൽ ഇരിക്കുന്നു. ഞാന് ഈ ഓഡിറ്റോറിയത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ മെസ്സേജ് പോകുന്നത്. വെളിയിലായിരുന്നെങ്കിൽ വേറെ രീതിയിലേ പോകുള്ളൂ. ഇത് മതി, ഗുണമാകാനാന്ന്. പിന്നെ ഇത് തന്നെ അധികമാണ്. ലോത്ത് പട്ടണവാതിക്കലിരിക്കുന്നു, അബ്രഹാം കൂടാരവാതിക്കലിരിക്കുന്നു. ലോത്ത് പട്ടണവാതിക്കലിരുന്ന് എന്തോ കാണുക, എന്തോ എടുക്കുക? ലോത്തെ ഏത് പട്ടണം? സോദോം പട്ടണം. ആ പട്ടണത്തിന്റെ വാതിക്കൽ എന്തോ എടുക്കുകയായിരുന്നു. വായിച്ചേ, പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള തിരുവെടുത്ത് വായിച്ചേ. പെട്ടെന്ന് വായിര്. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ 6-ാം വാക്യം മുതല്. സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്തെ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അവരുടെ അധർമ്മ പ്രവർത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സ് നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവർത്തികളാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. അവിടെ 2 പദമാ, കണ്ടും കേട്ടും. അവരുടെ പ്രവൃത്തി ഇതെന്നും കണ്ടും കേട്ടും, വല്ലപ്പോഴും അല്ല, ഡെയിലി. അങ്ങനെ എഴുതിയേക്കുന്നത്. എങ്ങനെ? ഒന്നുകൂടെ വായിച്ചേ മോളെ. നാൾതോറും, ഡെയിലി. ഡെയിലി. വല്ലപ്പോഴും ഒന്ന് കണ്ടതല്ലേ, എന്നും
കണ്ടു. പണ്ടൊക്കെ കല്യാണത്തിന് നമ്മളെ വിളിച്ചപ്പോ നമ്മളും കയറി ടൂറിസ്റ്റ് ബസ്സില്. എല്ലാരും ബന്ധുക്കോസുകാരല്ല, അപ്പൊ സമുദായക്കാര് ഹൈന്ദവരും ഉണ്ട്. അന്നേരം ഒരു സിനിമ ഇട്ടു, നമുക്കും അവിടെ കല്യാണത്തിന് പോകേണ്ടതുകൊണ്ട് ഇടയ്ക്ക് സ്റ്റണ്ട് വന്നപ്പോ ടിഷ്യൂ നമ്മളൊന്ന് നോക്കി. അത് സ്വാഭാവികം. പിന്നെ നമ്മൾ എങ്ങോട്ടും നോക്കിയിട്ടില്ല. അത് നിർത്താൻ നേരത്ത് അവനോട് പറഞ്ഞു, പിന്നെ നമ്മൾ കാറുണ്ടേലും അതിൽ പോകുകയല്ല, ചോദിക്കും ടൂറിസ്റ്റ് ബസ് ഉണ്ടോ അടുത്ത കല്യാണത്തിന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അബദ്ധമല്ല, മനഃപൂർവമാ. ഡെയിലി നാളുതോറും അവിടെ കൂടെ നടന്നു പോയപ്പോ പോസ്റ്റർ സിനിമയുടെ ഒക്കെ. അപ്പൊ നടന്നു പോയപ്പോ നോക്കി. സ്വാഭാവികം. നോക്കി, നമുക്ക് താല്പര്യമുള്ളതല്ല, വിട്ടേക്കണം, നമ്മളങ്ങ് പോകണം. ഇതങ്ങനെ നോക്കിയേച്ച് പിന്നെ നിന്ന് അത് മുഴുവൻ വായിച്ച് ഇല്ലേ, മുഖഭാവമൊക്കെ തന്നെ കാണണം. അത് പാപമാണ്. നേർതോറും മൊബൈൽ ഇങ്ങനെ തോണ്ടിയപ്പം ആവശ്യമില്ലാത്തത് വന്നു, അങ്ങ് തോണ്ടി വിട്ടേക്കണം. തോണ്ടിയപ്പം വന്നു, അയ്യോ, പത്രോസ് പറഞ്ഞിരിക്കുന്നത് കണ്ണിന് തൃപ്തി വരുന്നില്ലെന്ന്. ഈ കണ്ണുമായിട്ട് നിയമം ചെയ്യണം. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ച്, മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ച്, മകൾ കൂരോ നിൻ വഴിയിൽ എന്നെ നടത്തേണമേ. അപ്പൊ ശ്രദ്ധിക്കുക, മായയെ നോക്കാതെ വണ്ണം കണ്ണു തിരിക്കണം. കണ്ണുമായിട്ട് നിയമം വിവരിക്കുന്നില്ല അധികം. ലോത്ത് പട്ടണവാതിക്കലിരുന്ന് പാപം കണ്ട് വലഞ്ഞു. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാം കൂടാരവാതിക്കലിരുന്ന് പട്ടണം കാണുക. എബ്രാലേഖനക്കാരൻ അതാ പറഞ്ഞത്, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാകുന്ന ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത് പട്ടണം കണ്ടുകൊണ്ടിരിക്കുക. ഓടിച്ച പാകം എങ്ങടാ? പാപം കണ്ടവന്റെ കുടുംബത്തിലും പട്ടണം കണ്ടവന്റെ കുടുംബത്തിൽ എന്തോ സംഭവിച്ചു. അയ്യോ, ആമൻ. പാപം കണ്ടവന്റെ കുടുംബത്തിൽ ആമൻ ക്രമക്കേടിന് തലമുറകൾ ജനിച്ചു. ദൈവം പ്രമാണം വെച്ച് 10 തലമുറ ഇതിനകത്ത് കയറിയേക്കരുത്. ഒരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10 തലമുറ പോലും ഇതിനകത്ത് കയറരുത്. പാപം കണ്ട് വലഞ്ഞവന്റെ കുടുംബത്തിൽ അതിരിട്ടപ്പോൾ, വിലക്കിട്ടപ്പോൾ, ആമേൻ, പാപം ചെയ്യാതെ പട്ടണം കണ്ടിരുന്നവനോട് പറയാ, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവപ്രമാണത്തിനും ദൈവത്തിന്റെ വചനത്തിനും വിശുദ്ധിക്കും വേർപാടിനും പ്രഥമസ്ഥാനം കൊടുത്ത് ആമേൻ സ്തോത്രം ദൈവിക വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തു പോയാൽ നിന്റെ തലമുറയ്ക്കും സന്തതിക്കും ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഓടിച്ചു മുമ്പോട്ട് പോകാം. ദൈവത്തിന് മഹത്വം. ഇതാണ് അബ്രഹാം. അബ്രഹാം കൂടാരവാതിക്കൽ ഇരുന്ന് ബലപ്പെട്ടെന്ന് ആരാധിച്ചു. മമ്പറയുടെ തോപ്പിൽ മമ്പറ ബലം, ഹെബ്രോൻ കൂട്ടായ്മ. ഇങ്ങനെ അബ്രഹാം, എന്റെ ഭാഷയാ, ആരാധിച്ച് ബലപ്പെട്ടു. ഈ സമയത്ത് ആ യുദ്ധം നടക്കുന്നത് 14-ാം അധ്യായം. ആ യുദ്ധത്തിൽ ലോത്തിനെ കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയി. അബ്രഹാമിന്റെ സ്ഥാനത്ത് നമ്മൾ ആരെന്നെ പറയാം, എന്നോട് ചെയ്തതിന് ദൈവം ചെയ്തതാണ്. ഇല്ല, അബ്രഹാം വേണ്ടിയില്ല. അബ്രഹാം ആത്മീയനാണ്. പിന്നെ ആത്മീയന്റെ ലക്ഷണം, മറ്റവൻ നമ്മളെ ചതിച്ചതാ, വഞ്ചിച്ചതാ, ഉപദ്രവിച്ചതാന്നേലും അവനൊരു പ്രയാസം വന്നെന്ന് കണ്ടപ്പോൾ ആത്മീയന് മനോവേദന വന്നു. അതാ ആത്മീയൻ. ഞാനോ നിങ്ങളോ ആയിരുന്നേ പിന്നെ അവിടെ പോകുമോ? യേശുവിന്റെ സ്നേഹം നമ്മുടെ അകത്ത് വരണം.
പ്പോഴും അവൻ വേദനിക്കുന്ന കണ്ടപ്പോ ആ കാതെടുത്ത് ഭിത്തി ചെയ്ത് അവന്റെ വേദന ശമിപ്പിച്ചു. അവിടുന്ന് പ്രാണവേദനയില്ല. അവിടുന്ന് പ്രാണവേദനയിലാണെങ്കിലും ശത്രുവിന്റെ വേദനയ്ക്ക് ശമനം വരുത്തിയവനാ ക്രിസ്തു. അതാണ് നമ്മുടെ പ്രമാണം. എന്റെ പ്രിയ ഒക്കെ കാണും. അവരോട് വൈരാഗ്യത്തോടൊന്നും ഇടപെടരുത്. ഞാൻ വളരെ ചിലരെന്നോട് ചോദിക്കും എത്ര വന്നാലും പഠിക്കുകയല്ലെന്ന്. അയ്യോ, വന്നാ പഠിക്കാത്തതിന്റെ പ്രമാണം ഇതായത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. അങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് നിന്റെ നീതി നിനക്ക് മുമ്പായിട്ട് ചെല്ലും. നീ ചെല്ലുന്നതിന് മുന്നേ നീതി അവിടെ ചെല്ലും. ഓടിച്ച ഭാഗം അങ്ങ് വിടാം. ഈ യുദ്ധത്തിൽ അബ്രഹാം ഇത് കേട്ട് സങ്കടപ്പെട്ട് വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318, ഞാൻ ഇങ്ങനെ പറഞ്ഞ വീണ്ടും ജനനം പ്രാപിച്ച 318, വീണ്ടും ജനനം പ്രാപിച്ച 318, മമ്രെ, ആനേർ, എഷ്കോൽ 3, 318 321 അബ്രഹാമിനെ കൂട്ടി 322. അന്ന് രാത്രി സോദോമിനെ കൊള്ളകിട്ട രാജാക്കന്മാരെ അബ്രഹാം അമ്പെ പരാജയപ്പെടുത്തി. അബ്രഹാമിന് ജയം കിട്ടി. ഞാനിങ്ങനെ പറഞ്ഞ് ജയിക്കാൻ കാര്യം എന്നാന്നറിയാമോ? 13-ാം അധ്യായത്തിൽ കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടത് കൊണ്ട് 14-ാം അധ്യായത്തിൽ ജയമുണ്ടായി. കൂട്ടായ്മയിലും ആരാധനയിലും ബലപ്പെടുന്നവർക്ക് മാത്രമേ ജയമുള്ളൂ. പാപത്തോടും ലോകത്തോടും ലോക ഇമ്പങ്ങളോടും ശത്രുവിനോടും ഒക്കെ ജയിക്കണമെങ്കിൽ അവൻ കൂട്ടായ്മയിലും ആരാധനയിലും വന്ന് നീ ആത്മാവിൽ ബലപ്പെടണം. അങ്ങനെ അബ്രഹാമിന് 14-ാം അധ്യായത്തിൽ ജയിച്ച് അബ്രഹാം തിരിച്ചു വന്ന് സോദോം രാജാവിനെ നേടി. അന്നേരം ശാലേം രാജാവ് വന്നു. സോദോം രാജാവ് പറയാ, അബ്രഹാമേ, സ്വോത്ര സമ്പത്തെല്ലാം നീ എടുത്തോ, ആൾക്കാരെയല്ല വീണ്ടും ജനിച്ചതിനെയൊക്കെ എനിക്ക് തരാൻ, കാശെല്ലാം നീ എടുത്തു. അബ്രഹാം പറഞ്ഞു, നല്ല ഏലായി. സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന് നാളെ ഒരു പേര് വരാതിരിക്കേണ്ടതിന് നിന്റെ ചരടാകട്ടെ ചെരിപ്പുമാറാകട്ടെ എനിക്ക് വേണ്ട. കാരണം ഞാൻ അത്യുന്നതനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നെ അനുഗ്രഹിക്കാമെന്ന് ഒരുവന്റെ വാഗ്ദത്തമുണ്ട്. അബ്രഹാം തിരസ്കരിച്ചു. എല്ലാം ഒന്നും മേടിക്കരുത്, എല്ലാത്തിനൊന്നും കൈയും കൊടുക്കരുത്. സ്തോത്രം. കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും കൈ വെടിപ്പായിരിക്കണം. കയ്യ് ആരെയും ചതിക്കരുത്, വഞ്ചിക്കരുത്. കൈ മലർത്തുമ്പോ ഇതിനകത്ത് അകൃത്യം ഒന്നും എന്നെ ആരും മിണ്ടാത്ത രേഖ നോക്കാനല്ല പറഞ്ഞു. കൈ വെടിപ്പായിരിക്കണം. സ്തോത്രം. ചതിക്കരുത്, വഞ്ചിക്കരുത്. സഹോദരങ്ങൾക്കൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യം കൊടുത്തിരിക്കണം. അതിന് മാന്തരുത്. കൂടെ നിൽക്കുന്നവനെ ഉപദ്രവിക്കരുത്, ചതിക്കരുത്, വഞ്ചിക്കരുത്, കാല് വാരരുത്, ടോർപ്പിടോ വെക്കരുത്. എന്നെ എല്ലാവർക്കും ഒരു സ്തോത്രം. അബ്രഹാം പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പൊ ശാലേം രാജാവ് വന്നു. മൽക്കീസദേക്ക് എന്നുള്ള ബഹുമതി പേരാ. അവൻ വന്ന് അപ്പവും വീഞ്ഞും കൊടുത്തു. അബ്രഹാമിന് ദശാംശവും കൊടുത്തു. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഒരു കാര്യം പറയാം, അപ്പവും വീഞ്ഞും കഴിക്കേണ്ടത് ആരാ? അപ്പവും വീഞ്ഞും ഇങ്ങനെ അങ്ങ് ചിന്ത വരാ. ജയിച്ചു വന്ന അബ്രഹാം ജയമെടുത്ത വിശുദ്ധന്മാരാ. പാപത്തോടും ലോകത്തോടും ലോക ഇമ്പങ്ങളോടും ആഡംബരങ്ങളോടുമൊക്കെ ഓരോ ദിവസവും ദൈവകൃപയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് പൊരുതി ജയമെടുക്കുന്ന വിശുദ്ധന്മാരായത് ഭക്ഷിക്കേണ്ടത്. ഒരു പാട്ടിന്റെ വരിയുണ്ട്, ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, കൃപയിലെന്നും ആശ്രയിച്ച് വരവിനായി ഒരുങ്ങണം, കർത്തനെ ശുചീക്രമം നിടും കാന്തയും ഒരുങ്ങിടും നിതാ, കർത്തനെ ശുചീക്രമം നിടും കാന്തയും ഒരുങ്ങിടും നിതാ, കൊടിയുയർത്തുവിൻ